ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ചൈനയിലെ ഒരു ഫിലോസഫറിന്റെ കഥയാണ്. പണ്ട് ഒരു കാട്ടിൽ കുന്നിൻ ചെരുവിൽ ഒരു ഫിലോസഫറും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനും ഒരു കുതിരയും ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസവും ഈ ഫിലോസഫറിന്റെ കുതിരയെ കാണാതായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽവാസികളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഒരു ജീവികളാകുമ്പോൾ ഇടയ്ക്ക് കാണാതൊക്കെ ആവും, നിങ്ങൾ ടെൻഷൻ ആവുമെന്ന് വേണ്ട. അപ്പോൾ ഈ ഫിലോസഫർ പറയാ, എനിക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ, എനിക്ക് ഇതിന് പേടിയൊന്നുമില്ല. അങ്ങനെ ഈ അയൽവാസികൾ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി, ഒന്നും പറയാനില്ല. ഈ അയൽവാസികൾക്ക് ഒന്നും പറയാം, അവരിങ്ങനെ ഉണ്ടാകാതെ ഇങ്ങനെ നിന്നു. എന്നിട്ട് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ കുതിര വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഈ കുതിര ഒറ്റയ്ക്കായിരുന്നില്ല, ആ കുതിരയോടൊപ്പം ഒരുപാട് കാട്ടുകുതിരകളുണ്ടായിരുന്നു. അപ്പോഴും ഈ അയൽവാസികൾ ഇവരറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫറെ വീട്ടിലേക്ക് വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ വലിയ ഭാഗ്യവാനാ, നിങ്ങൾക്ക് നിങ്ങളുടെ കുതിരയും അതിനപ്പുറം ഒരുപാട് കുതിരകളും ലഭിച്ചു. അപ്പോൾ ഈ ഫിലോസഫർ പറയുക, അത് എനിക്ക് വലിയ ഭാഗ്യമായിട്ട് തോന്നണമൊന്നുമില്ല, അതൊന്നും എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോഴും ഈ അയൽവാസികൾ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി, ഒന്നും പറയാനില്ല അവർക്ക്. അവർ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫിലോസഫറിന് ഒരു മകനുണ്ടായിരുന്നു എന്ന്. ആ മകന് കുതിരകളെങ്ങനെ മെരുക്കിയെടുക്കുന്നതിൽ വലിയ എക്സ്പേർട്ടായിരുന്നു. അങ്ങനെ കാട്ടിൽ നിന്ന് വന്ന ഒരുപാട് കുതിരകളുണ്ടല്ലോ, അവരെങ്ങനെ മെരുക്കിയെടുക്കുന്നതിൽ ഒരു കുതിരൻ്റെ പുറത്ത് നിന്ന് അദ്ദേഹം താഴേക്ക് വീണുപോയി. കാലിന് വലിയ മുറിവ് പറ്റി. അപ്പോൾ ഈ അയൽവാസികളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഇദ്ദേഹത്തെ സമാധാനപ്പെടുത്തുകയാണ്. കുതിരയൊക്കെ മെരുക്കിയെടുക്കുമ്പോൾ ഒന്ന് വീണു പോകലൊക്കെ സ്വാഭാവികമാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പോഴും ഈ ഫിലോസഫർ പറയുന്നത്, അതിന് എനിക്ക് പേടിയൊന്നുമില്ലല്ലോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അപ്പോഴും ഈ അയൽവാസികൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി, ഇവർക്കൊന്നും പറയാനില്ല. അവരിങ്ങനെ മുഖത്ത് നോക്കി ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് തന്നെ പോയി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെയാണ് ആ രാജ്യത്ത് യുദ്ധത്തിൻ്റെ ഭീതി ആകെ പരക്കുന്നത്. രാജ്യം വലിയ സംഘർഷത്തിലാണുള്ളത്. മറ്റ് ശത്രുക്കളൊക്കെ വന്ന് ആ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് രാജ്യത്തിൻ്റെ രാജാവ് ജനങ്ങളോട് കൽപ്പിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലെ ഓരോ യുവാക്കളും യുദ്ധത്തിൽ പങ്കുചേരണം, എന്നാലേ നമ്മുടെ രാജ്യം ഇതേപോലെ നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ രാജ്യത്തുള്ള എല്ലാ യുവാക്കളും രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമാവുകയാണ്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം വലിയ യുദ്ധം നടന്നു. അതിൽ ഒരുപാട് യുവാക്കൾ മരണപ്പെട്ടു. ഒരുപാട് യുവാക്കൾക്ക് പരിക്കുകൾ പറ്റി, വലിയ പരിക്കുകളൊക്കെ പറ്റി. ഇങ്ങനെ പരിക്കുകൾ പറ്റാത്ത, മരിക്കാതെ ജീവിച്ചിരുന്ന ഒരേ ഒരു യുവാവേ ആ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അത് ഈ ഫിലോസഫറിൻ്റെ മകനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഥ പറഞ്ഞത്, വലിയ വലിയ പ്രയാസം നമുക്കുണ്ടാകുമ്പോഴേക്കും നാം വിഷമം സഹിക്കവയ്യാതെ ആത്മഹത്യയിലേക്കും മറ്റ് പ്രയാസകരമായ ആപത്തുകളിലേക്കും ചെന്ന് ചാടുന്നത് നമ്മുടെ പ്രയാസം വലിയ പ്രയാസമാണെന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഇവിടെയെല്ലാം നമുക്ക് വേണ്ടത് ബി പോസിറ്റീവ് എന്ന മൈൻഡാണ്. എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലതാണ് എനിക്ക് വരിക എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. അതുപോലെ തന്നെ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളിങ്ങനെ അമിതമായി ആഹ്ലാദിച്ചുകൊണ്ട് പലതും ചെയ്തു കൂട്ടുന്നതിനപ്പുറം ബി പോസിറ്റീവിലൂടെ നല്ല മൈൻഡുകൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ജീവിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യാനും നമുക്ക് കഴിയണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.